ഞാൻ 1998 മൾബറിയാണ് എൻ്റെ 3 പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രസിദ്ധപ്പെടുത്തിയത്. അതിൽ 3 പുസ്തകങ്ങൾ ഒന്നിച്ച് മൾബറി പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ 3 എണ്ണം എന്ന് പറഞ്ഞാൽ 3 സബ്ജക്ട്സാണ്. അതായത് തിരുമുറിവ് നിസ്വനായ പക്ഷിയാണ് ആദ്യത്തെ എൻ്റെ കവിതാ സമാഹാരം. അതിനാണ് ഡോക്ടർ അയ്യപ്പ പണിക്കർ അവതാരി എഴുതിയത്. രണ്ടാമത്തെ സമാഹാരം ചെറുകഥാ സമാഹാരമാണ്. ഉഷ്ണമേഖലയിലെ ശലഭം ഇങ്ങനെ കാണിച്ചാൽ മതിയോ? താങ്ക് യു. ഞാൻ കൊടുക്കാം. ഉഷ്ണമേഖലയിലെ ശലഭം അത് 14 ചെറുകഥകളുടെ സമാഹാരമാണ്. അതിൻ്റെ അവതാരി എഴുതിയത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗം തലവനായിരുന്ന ഡോക്ടർ എം ബഷീറാണ് അതിൻ്റെ അവതാരി എഴുതിയത്. മൂന്നാമത്തെ പുസ്തകം കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാൻ എന്ന അരുന്ധതി നക്ഷത്രം. ഇത് കുറേയേറെ ലേഖനങ്ങൾ ഒന്നിച്ചുള്ള ഒരു സമാഹാരമാണ്. അത് അതിനെപ്പറ്റിയാണ് എം കൃഷ്ണൻ നായർ സാറ് എഴുതിയത്. കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാൻ എഴുതിയ ജോസഫ് നമ്പിമഠം തമ്പുരാൻ എന്ന അരുന്ധതി നക്ഷത്രം എന്ന ലേഖനം അന്തരംഗ സ്പർശിയാണ്. ഞാനത് വായിച്ച് അനൽപമായ സന്തോഷത്തിൽ വിലയം കൊണ്ടുവന്ന് ശ്രീ കൃഷ്ണൻ നായർ കമൻ്റ് കുറിച്ചത് ആ പുസ്തകത്തെ പറ്റിയാണ്, ആ ലേഖനത്തെപ്പറ്റി. അങ്ങനെ 3 പുസ്തകങ്ങൾ ഇത് 98 മൾബറി പ്രസിദ്ധീകരിച്ചു. അതിന് പ്രകാശനം നടത്തിയത് അന്ന് ഞാൻ നാട്ടിൽ പോകാൻ എനിക്ക് സാഹചര്യമില്ലായിരുന്നത് കൊണ്ട് അവിടെ ഒരു കവി കൂട്ടായ്മയിൽ വെച്ച് ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറിനും അന്നത്തെ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ തലവനായിരുന്ന രവീന്ദ്ര സാറിനും അതുപോലെ തന്നെ ഡി വിനേന്ദ്ര സാറും ആണ് അത് പ്രകാശനം ചെയ്തത്. കോഴിക്കോട് പെരുന്തേനരുവി എന്ന സ്ഥലത്ത് വെച്ച് നടത്തിയ കവികളുടെ കൂട്ടായ്മയിൽ അയ്യപ്പ പണിക്കർ സാറും രവീന്ദ്ര സാറും ഡി വിനേന്ദ്ര സാറും കൂടിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അന്ന് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് പ്രകാശന കർമ്മം നടത്തിയത്. അതെ, റിവേഴ്സ് ഇട്ടുകൊണ്ടാ സാറേ. ഓക്കെ സാറേ, ഈ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കവിതകൾ 4 എഴുതാനുള്ള സന്ദർഭങ്ങൾ? കവിതകൾ 4 അല്ല, 2 കവിത പുസ്തകങ്ങളും ഒരു ചെറുകഥാ സമാഹാരം, ഒരു ലേഖന സമാഹാരം. കറക്റ്റ്. ഇതൊക്കെ എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? അത് പിന്നെ ഓരോ സമയത്ത് നമുക്ക് ഓരോ സബ്ജക്റ്റിനെ പറ്റി എഴുതുക എന്നുള്ളതല്ലാതെ കവിതാ സമാഹാരം എഴുതുന്നത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ കവിത ഞാൻ 75 എഴുതിയതിനെ പറ്റി പറഞ്ഞത് അടിയന്തരാവസ്ഥക്കാരെന്ന് ആയിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതൊക്കെ അന്നത്തെ ആ നല്ല അന്തരീക്ഷം കണ്ടപ്പോൾ ഒരു നല്ല സാമൂഹിക അന്തരീക്ഷം ഉണ്ടായപ്പോഴത്തേക്കിന് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായി. പക്ഷേ ആക്ച്വലി അതിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും ബസ്സിലേക്ക് കയറാൻ പോകുന്ന ഇടയ്ക്ക് കുറച്ച് കണ്ടമുണ്ട്, അതായത് പാടശേഖരം. ആ പാടശേഖരത്തിൽ ഇങ്ങനെ കൊയ്ത്ത് നടക്കുമ്പോഴത്തേന് ആ വരമ്പിക്കൂടെ നടന്നു പോയി എൻ്റെ മൂക്കിലേക്ക് ഒരു പുതുനെല്ലിൻ പുതുമണം എനിക്കപ്പോൾ അനുഭവപ്പെട്ടു. പുതുനെല്ലിൻ്റെ മണം അനുഭവപ്പെട്ടു. അപ്പോൾ പുതുനെല്ലിൻ പുതുമണം എന്ന 2 വാക്കുകളാണ് എൻ്റെ മനസ്സിൽ തട്ടിയത്. അപ്പം അതിൽ നിന്നാണ് ഞാൻ ഈ കവിത എഴുതുന്നത്. പുതുനെല്ലിൻ പുതുമണം നിറയുന്നു ധരണിയിൽ, പുതുഗന്ധമുയരുന്നു വയലുകളിൽ എന്ന് പറഞ്ഞുള്ള ആ പാട്ട്. അപ്പം ആ സത്യത്തിൽ പറഞ്ഞ സബ്ജക്റ്റ് ചിലപ്പോൾ ഞാൻ കവിത എഴുതുന്നത് ഒരു വാക്കിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു ആശയത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു വരികളിൽ നിന്നാകാം. ഇങ്ങനെയൊക്കെയാണ് കവിതകൾ രൂപപ്പെടുന്നത്. അതായത് ഓരോ അവസരത്തിൽ ഓരോന്ന്. അപ്പോൾ ഓരോ കവിതയെപ്പറ്റി പറഞ്ഞാലും അല്ലെ ഓരോ കഥയെപ്പറ്റി പറഞ്ഞാലും ഒത്തിരി പറയാനുണ്ട്. അപ്പം അത് പുസ്തകം മൊത്തം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഓരോ സന്ദർഭങ്ങളിൽ ചില ഉണ്ടായ ആശയങ്ങൾ. അതായത് ചെറുകഥ എഴുതിയതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടുള്ള 2-3 കഥകളുണ്ട്. അത് ഒന്ന് അപ്പോമ്മാവൻ എന്ന് പറഞ്ഞൊരു ചെറുകഥ. അത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എല്ലാവരാലും തഴയപ്പെട്ട് ഇരിക്കുന്ന ഇതിവൃത്തമാക്കിയിട്ടുള്ള ഒരു കഥയാണ് അത്, അപ്പോമ്മാവൻ. പാക്കരൻ എന്ന് പറഞ്ഞൊരു കഥയെന്ന് പറഞ്ഞാൽ ശരിക്കും പാക്കരൻ ജീവിച്ചിരുന്നതാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പാക്കരൻ ഉണ്ടായിരുന്നു. അവനെ ഈ പോത്തിനെ തീറ്റുകയും അങ്ങനെ നടക്കുക. എൻ്റെ ചെറുപ്പത്തിൽ ബാല്യത്തിൽ എൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അവന് ഇങ്ങനെ നടക്കുകയും പിന്നെ ചോറ് സ്കൂളിലുള്ള പിള്ളേർക്കൊക്കെ ചോറ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്നൊരു പാക്കരൻ, കാവടി തുള്ളുന്ന പാക്കരൻ.
അവസാനം അങ്ങേർക്ക് പിന്നെ ആ പാവം പാക്കരൻ എങ്ങനെയോ വളരെ ദുരിതം പിടിച്ച് ഒരുതരം പിന്നെ മാനസികാവസ്ഥയൊക്കെ തെറ്റി, പിന്നെ വിശപ്പ് ഭയങ്കര ശക്തിയായിട്ട് വരികയും പിന്നെ ചോറ് മോഷ്ടിക്കുകയും ചെയ്തതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ പാക്കരന് എന്നുള്ള എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയുടെ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കഥയാണ് പാക്കരൻ എന്ന കവിത. പണ്ടാരത്തി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ആശുപത്രിയുടെ ഒരു പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ ഭർത്താവാണ് ഞങ്ങളുടെ അവിടെ ഒരു നല്ല ശില്പിയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ ജീവിതം പപ്പടം വിൽക്കുന്ന ഒരു അതാണ് പണ്ടാരത്തി എന്നുള്ള കഥയിലുള്ളത്. അതുപോലെ അപ്പൂമ്മാവന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കഥയാണ്. അതുപോലെ തന്നെ വേറെ ചില കഥകളുണ്ട്. എല്ലാം ഇതുപോലെ ആ സാഹചര്യങ്ങളിൽ നിന്നും നാട്ടിൻപുറത്തു നിന്ന് കിട്ടിയ കഥാപാത്രങ്ങളും ഒക്കെയാണ് അതിനെ പലതും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. പിന്നെ ലേഖനം പറഞ്ഞാൽ നമ്മുടെ അരുന്ധതിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള പുസ്തകമുണ്ട്. അതായത് ബുക്കർ പ്രൈസ് കിട്ടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചപ്പോൾ എനിക്കതിനൊരു അതിനെപ്പറ്റി എഴുതിയേ പറ്റൂ എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഒത്തിരി റിസർച്ചൊക്കെ നടത്തി അവരുടെ പുസ്തകങ്ങളെപ്പറ്റി അവരെപ്പറ്റിയും പഠിച്ച് എഴുതിയ ലേഖനമാണ് കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാനെന്ന അരുന്ധതി നക്ഷത്രം. അതിനെപ്പറ്റിയാണ് കൃഷ്ണൻ നായർ സാർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. വളരെ സന്തോഷം സാറേ. നമുക്ക് അടുത്ത ഒരു വ്ളോഗിൽ സാറിൻ്റെ SB കോളേജിലെ ജീവിതത്തെ പറ്റി ഒരു 7 വർഷം 5 വർഷം സാർ പഠിച്ചതിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് ജോലിയിലോട്ട് പ്രവേശിച്ചതിനെ പറ്റി പറയാം. ശരി, ഓക്കെ, ഇപ്പം പറയാം.